നമസ്കാരം, എൻ്റെ പേര് നിജാസ് എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കണിയാപുരം എന്ന സ്ഥലത്താണ് എൻ്റെ സ്വദേശം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഡെൻസിറ്റിയിലാണ്. ഇന്നിപ്പോൾ PRP എൻ്റെ 5th PRP ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഡെൻസിറ്റിയിൽ വരുന്നതിന് മുൻപ് ഉള്ള എൻ്റെ ഒരു തലമുടിയുടെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ വളരെയധികം പരിതാപകരമായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു. കാരണം ഒരു 10 വർഷം കൊണ്ട് എനിക്ക് മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ ബാൾഡ്നസ് വളരെയധികം ഒരു 3rd സ്റ്റേജിലോട്ടാവാൻ പോകുന്ന ഒരു സ്ഥിതിയിലായിരുന്നു. ഒരുപാട് റിവ്യൂസും ഇതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെ ഓരോ ഫ്രണ്ട്സും ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെയൊക്കെ അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 1.5-2 വർഷം കൊണ്ട് തന്നെ ഇതിൻ്റെ പിറകെയായിരുന്നു. ട്രാൻസ്പ്ലാന്റ് ചെയ്യണ്ടേ എന്നുള്ള ഇതിൽ അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഇതിനെപ്പറ്റി തിരക്കി ഏകദേശം ഒരു 2 വർഷം ആയപ്പോഴാണ് ഒരു കൺക്ലൂഷനിലെത്തിയത്. ആ കൺക്ലൂഷനിലുള്ള ഒരു തീരുമാനം എടുത്തു, ഡെൻസിറ്റി തന്നെ വന്ന് ചെയ്യണമെന്ന്. അത്രയ്ക്കും ആ ഒരു സ്ഥാപനത്തിനോട് ഒരുപാട് ആൾക്കാർ സെലിബ്രിറ്റീസ് ഉൾപ്പെടെ വന്ന് അവിടെ വന്ന് ചെയ്ത് നല്ല റിസൾട്ടും മറ്റു കാര്യങ്ങളും ഉള്ളതുകൊണ്ട് പിന്നെ ഡെൻസിറ്റി തന്നെയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഉള്ളിലൊരു ഭയമായിരുന്നു. കാരണം 10 വർഷം മുമ്പ് തന്നെ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഓൾറെഡി ഉണ്ടെങ്കിലും പക്ഷെ അന്നൊന്നും കൂടുതലും മലയാളികൾക്ക് സുപരിചിതമല്ലാത്ത ഒരു കാര്യമായിരുന്നു ഈ സംഭവം. 10 വർഷം മുമ്പത്തെ ഇതിലെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ആ ഒരു അവസ്ഥ വരില്ല എന്നുള്ള ഒരു വിശ്വാസമായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ജോലിയെ സംബന്ധിച്ച് ഒരുപാട് നേരം തൊപ്പി വെച്ചുകൊണ്ടും മറ്റൊക്കെ നിന്ന് ഇപ്പോൾ ഒരു 5 വർഷം മുമ്പ് എനിക്ക് മുടി കൊഴിച്ചിലും തുടങ്ങി. പിന്നെ പതിയെ കഷണ്ടിയിലോട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് എത്തി തുടങ്ങി. അപ്പോൾ പിന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്നുള്ള ഒരു ഇതിലോട്ട് എത്തുകയും 2022 സെപ്റ്റംബറോടുകൂടി ഞാനും 2 സുഹൃത്തുക്കളുണ്ട്. ഞാൻ ഗവൺമെൻറ് ഫാമിലിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ള 2 സുഹൃത്തുക്കളുമായിട്ട് ഡെൻസിറ്റിയിൽ വരികയും ഡോക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. ഡോക്ടർമാരുടെ അവരുടെ അപ്രോച്ചും എല്ലാം വളരെയധികം നമുക്ക് കൂടുതലും ആത്മവിശ്വാസം തരുന്ന രീതിയിലുള്ള അപ്രോച്ചസ് ആയിരുന്നു. അപ്പം ഡോക്ടറുടെ ഓരോ നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു ഡേറ്റ് അന്ന് വരുന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു. ഡേറ്റൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പിന്നെ ഡോക്ടർ ഒരു 2 മാസം കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് തന്നായിരുന്നു. അപ്പോൾ അതിൽ നവംബർ 12-ാം തീയതി നമ്മൾ ഡേറ്റ് നവംബർ 12-ാം തീയതി നമ്മൾ 3 പേർ കൂടി വന്ന് ഇവിടെ നമ്മളെ സർജറി ചെയ്തായിരുന്നു. വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഇവിടുത്തെ ആംബിയൻസും അതുപോലെ തന്നെ ഡോക്ടർമാർ പിന്നെ സ്റ്റാഫുകൾ എല്ലാം വളരെ നല്ല രീതിയിലുള്ള ഒരു ഇടപെടലും നമുക്കതുപോലെ തന്നെ വളരെ ഹൈജീനിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് വരുമ്പോഴത്തേക്കും മനസ്സിലാവും വളരെയധികം നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റിയ ഒരു ഇടമാണ് ഡെൻസിറ്റി. നവംബർ 12 സർജറി കഴിഞ്ഞ് ഇപ്പോൾ 7 മാസമായി. ഇപ്പം എൻ്റെ 5th PRP ആണ്. മുമ്പുള്ള അവസ്ഥയും കാട്ടി വളരെയധികം ഞാൻ ആത്മവിശ്വാസത്തിലാണ്. ഡെൻസിറ്റിയോടും ഡെൻസിറ്റി സ്റ്റാഫ് ഡോക്ടർമാർ ഒരു നന്ദിയും സ്നേഹവും എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ ഇപ്പോഴത്തെ റിസൾട്ട് എനിക്ക് ഒന്നും ഈ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. അത് ആ റിസൾട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. 3-4 മാസം കൂടി കഴിയുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് വരും. അപ്പോൾ വീണ്ടും ഞാൻ ഡെൻസിറ്റിയിൽ വരും. ഡെൻസിറ്റിയിൽ വന്ന എല്ലാ ഡോക്ടർമാർക്കും ഞാൻ എൻ്റെ നന്ദിയും എൻ്റെ സന്തോഷം എല്ലാം അറിയിക്കും. നിങ്ങളിപ്പോൾ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളൊന്നും പോയി അന്വേഷിച്ച് സമയം കളയേണ്ടതില്ല. മറൈൻ ഡ്രൈവ് ഹൈക്കോടതി ജംഗ്ഷൻ അടുത്തുള്ള ഡെൻസിറ്റിയിൽ തന്നെയാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഡെൻസിറ്റിയാണ്. നിങ്ങൾക്ക് അവിടെ വന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ബാക്കിയുള്ള എല്ലാ ക്ലിനിക്കിനെയും കാട്ടി വളരെയധികം ബെറ്റർ റിസൾട്ട് തരുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ഡെൻസിറ്റി. ഓരോരുത്തർ വീഡിയോയിലും TV-യിലൊക്കെ വന്ന് ഈ ഓരോ അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളും പറയുമ്പോഴത്തേക്കും ഞാൻ അന്ന് ഈ ഡെൻസിറ്റിയിൽ വരുന്നതിന് മുൻപ് എനിക്ക് ഇതൊക്കെ എന്തുവാണ് സംഭവം, സത്യമാണോ? പക്ഷേ ഇവിടെ വന്ന് ആ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് എനിക്ക് എൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഡെൻസിറ്റിയിൽ എല്ലാവരും വരിക. ട്രിവാൻഡ്രത്തും ബ്രാഞ്ച് തുടങ്ങുകയാണ്. ഈ ജൂലൈയിൽ അത് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് അറിയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഡെൻസിറ്റി തന്നെ തിരഞ്ഞെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം.